കേരളത്തിലെ NCP ഘടകത്തിൽ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. NCPയുടെ മന്ത്രിയായ AK ശശീന്ദ്രൻ രാജിവെക്കും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ UDF മുന്നണിയിലേക്ക് ചേക്കേറേണ്ടതിൻ്റെ ആവശ്യം കൃത്യമായും ദേശീയ നേതൃത്വം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നിലവിൽ കേരളത്തിലുള്ള NCPയുടെ 2 MLA മാർ, അതായത് തോമസ് കെ തോമസും AK ശശീന്ദ്രനും ശരത് ചന്ദ്ര പവാർ വിഭാഗത്തോടൊപ്പം നിൽക്കുന്നവരാണ്. അവർക്ക് ഒരു കാരണവശാലും ഇടതുപക്ഷവുമായി സഹകരിക്കേണ്ട ആവശ്യകത ഇല്ല എന്ന പവാറിൻ്റെ ശക്തമായ തീരുമാനം, അഭിപ്രായം, അതിനോട് യോജിക്കുന്ന രീതിയിലേക്ക് PC ചാക്കോ നടപടികൾ കൈക്കൊള്ളും എന്ന് തന്നെയാണ് വ്യക്തത വരുത്തിയിരിക്കുന്നത്. വളരെ വൈകാതെ തന്നെ ഇടതുപക്ഷവുമായുള്ള സഹകരണം അവസാനിപ്പിക്കാൻ തന്നെയാണ് ശരത് പവാർ തീരുമാനിച്ചിരിക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിലും കോൺഗ്രസിനെ ശക്തിപ്പെടുത്തുക എന്നുള്ള ആവശ്യകത ഏറി വന്നിരിക്കുന്ന സാഹചര്യത്തിലാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിൽ ശരത് ചന്ദ്ര പവാർ മഹാവികാസ് അഘാദി സഖ്യത്തിൻ്റെ കൂടെയാണ്. അവിടെ കോൺഗ്രസും NCP പവാർ വിഭാഗവും അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ വിഭാഗവും ചേർന്നതാണ് മഹാവികാസ് അഘാദി സഖ്യം. കേരളത്തിലും അതുപോലെ UDFനെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയപരമായി നീങ്ങേണ്ടതിൻ്റെ ആവശ്യകതയും ഒപ്പം പഴയ NCP നേതാവായിരുന്ന മാണി സി കാപ്പനെ NCPയിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെ അനിവാര്യതയും വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, മാണി സി കാപ്പൻ UDF ടിക്കറ്റിൽ നിന്നാണ് കഴിഞ്ഞ തവണ 17,000-ലേറെ വോട്ടുകൾക്ക് ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തിയത്. പാലക്കാർക്ക് മാണി സി കാപ്പൻ എന്നത് ജനഹൃദയങ്ങളിൽ ഏറി കഴിഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ KM മാണിയോടുള്ള ബഹുമാനത്തെക്കാൾ ഏറെ ആയി കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പോരാട്ടം. കാരണം 2006 മുതൽ ഇങ്ങോട്ട് മാണി സി കാപ്പൻ അവിടെ പോരാടി വന്ന വ്യക്തിയാണ്. അന്ന് KM മാണിയുടെ ഭൂരിപക്ഷം ഓരോ തവണയായി ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വരുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് മാണി സി കാപ്പൻ ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ പാലക്കാരുമായുള്ള ആത്മബന്ധം എന്നത് മാണി സി കാപ്പനെ എങ്ങനെ വിശേഷിപ്പിക്കണം എന്നത് തന്നെ അറിയില്ല. അതുകൊണ്ട് NCPയെ സംബന്ധിച്ചിടത്തോളം മാണി സി കാപ്പൻ ഒരു നിർണായക ഘടകം തന്നെയാണ്. മധ്യ തിരുവിതാംകൂറിൽ കൂടി NCPയുടെ ആധിപത്യം ഉറപ്പിക്കണമെങ്കിൽ കാപ്പൻ തിരികെ വരണം. അതുകൊണ്ട് തന്നെ ശരത് പവാർ പറഞ്ഞിരിക്കുന്നത് കൃത്യമായും UDFുമായി സഹകരിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു കാരണവശാലും ഇനി ഇടതുപക്ഷവുമായി സഹകരിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷത്തിൻ്റെ അടിത്തറ നഷ്ടമായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷം BJPയുമായി സഹകരിക്കുകയാണ്. BJPയുടെ B ടീം ആകാനാണ് ഇടതുപക്ഷം അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, വളരെ വൈകാതെ തന്നെ ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ BJPയിലേക്ക് ചേക്കേറുന്ന കാഴ്ചയും സാക്ഷ്യം വഹിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ NCPയെ പുനരുദ്ധീകരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കടമ്പയിലേക്ക് കടന്നിരിക്കുകയാണ്. അതിനാൽ ഇനി മന്ത്രിസ്ഥാനവും പിടിച്ചുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല, പാർട്ടിയാണ് വലുത് എന്നാണ് ശരത് പവാർ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും തോമസ് കെ തോമസ് ഇനി അങ്ങോട്ട് ഉള്ള കാലം രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുക. തീർച്ചയായും AK ശശീന്ദ്രൻ്റെ കാലം, അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അതിപ്രസരത്തിൻ്റെ കാലം കഴിഞ്ഞു. ഇനി പുതിയ ആളുകൾക്ക് വഴിമാറട്ടെ എന്നുള്ള രീതിയിലേക്കാണ്. എന്നാൽ AK ശശീന്ദ്രനെ പാർട്ടി അധ്യക്ഷനാക്കി മാറ്റണമോ എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ളത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വളരെ വൈകാതെ തന്നെ ആ തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. ഒരുപക്ഷേ ഈ അവസാന ടേമിൽ 1.5 കൊല്ലത്തോളം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കുമോ എന്നുള്ള കാര്യവും മുന്നണിയിൽ അവർ നിൽക്കുമോ എന്നുള്ള കാര്യവും ഇനി വരും ദിവസങ്ങളിൽ അറിയാം. ഏതായാലും അങ്ങനെ വന്നാൽ പോലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനോടൊപ്പം NCP കാണില്ല എന്നുള്ള ധാർമ്മിക രീതി അവർ പിന്തുടരാൻ എല്ലാ രീതിയിലും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്.